നമസ്കാരം, ഞാൻ ഡോക്ടർ സജ്ന കെ എം. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഭയങ്കര ക്ഷീണം, എപ്പോഴും ലോ മൂഡാണ്. അതുപോലെ തന്നെ ഒട്ടും എനർജി തോന്നുന്നില്ല. പണ്ടൊക്കെ നല്ല സ്പീഡിൽ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പം പഴയ പോലെ ഒന്നും സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകെ ഒരു സ്ലോനെസ് ആണ്. പിന്നെ വെയിറ്റൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ഡെയിലി സ്ട്രഗിൾസിൻ്റെ ഭാഗമായിട്ട് പലരും ഡിസ്മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ ശബ്ദത്തിലൊക്കെ കുറച്ചൊരു നേരിയ വ്യത്യാസം തോന്നുന്നുണ്ട്, ശബ്ദമൊക്കെ കനം കുറയുന്നത് പോലെ തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴും അല്ലെങ്കിൽ ഇത് സ്വയം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോഴൊക്കെയാണ് പലരും കാണാൻ വരുന്നത്. അപ്പം ഇത് ശരിക്കും പലപ്പോഴും ഇതൊരു ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞുള്ള ഒരു അവസ്ഥയുടെ ഭാഗമായിരിക്കാം. അതായത് തൈറോയ്ഡ് ഹോർമോൺസ് നമ്മുടെ തൊണ്ടയിൽ ഇവിടെ ഈ സെൻട്രലായിട്ട് നിൽക്കുന്ന ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അണ്ടർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ കൊണ്ട് വരുന്ന ഒരു ഹൈപ്പോതൈറോയിഡിസം എന്നുള്ള ഒരു കണ്ടീഷൻ. അത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. പലപ്പോഴും അത് അധികവും കണ്ടുവരുന്നത് ഓട്ടോഇമ്യൂൺ തൈറോയിഡൈറ്റിസിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ്. അപ്പം ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഈ ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളുകളിലും ഒരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്സ് കണ്ടുവരാറുണ്ട്. അതായത് അവരുടെ വൈകാരിക തലത്തിൽ ഒട്ടും അവരുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാത്ത ആളുകൾ, അതായത് അവരുടെ ബുദ്ധിമുട്ടുകളെ ഒരു ലോങ് ടൈം കുറേ കാലമായിട്ട് അവരുടെ ഒരു ഇമോഷണലി അവർ അൺഹേർഡ് ആയിട്ടുള്ളവർ, അതുപോലെ അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട രീതിയിൽ എക്സ്പ്രസ് ചെയ്യാതെ എപ്പോഴും സൈലൻസ് ചെയ്യുന്ന ആളുകളിലൊക്കെ ഈ ഒരു ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവാറുണ്ട്. അത് ഈ ഒരു സ്ട്രെസ് കൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതല്ല. അപ്പോൾ ഈ ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുമ്പം അവരുടെ ചികിത്സയിലും അത് ഹെൽപ്ഫുൾ ആവും എന്നുള്ളതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ വോയിസിനെ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ വോയിസിനെ നമ്മൾ എപ്പോഴും വളരെയധികം സൈലൻസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ശബ്ദവും കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മൂഡൊക്കെ എപ്പോഴും വേരിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഒരു ലോ എനർജി ഫീൽ ചെയ്യുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് ഡെയിലി സ്ട്രഗിൾസിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളുടെയോ ഭാഗം മാത്രമല്ല, അത് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയുടെ ലക്ഷണം കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്.